ഗുഡ് മോർണിംഗ്. ഇന്ന് കെമിസ്ട്രിയിലെ മെറ്റലർജി എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മുൻപത്തെ ക്ലാസ്സിലൊക്കെ നമ്മൾ മെറ്റൽസിനെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മെറ്റൽസിൻ്റെ പല പ്രോപ്പർട്ടീസും ആ പ്രോപ്പർട്ടീസ് കാരണം മെറ്റൽസിൻ്റെ പല യൂസസും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഡെയിലി ലൈഫിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ആളായി മാറിയിരിക്കുകയാണ് മെറ്റൽസ്. അപ്പോൾ ഈ മെറ്റൽസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. മെറ്റൽസ് നമ്മൾ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഇങ്ങനെ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന മെറ്റൽ ഒട്ടും തന്നെ പ്യുവർ അല്ല. ഈ മെറ്റലിൽ ഏർത്ത്ലി ഇമ്പ്യൂരിറ്റീസ് ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന സമയത്ത് മെറ്റൽസിൽ ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് അടങ്ങിയിട്ടുണ്ട്. ഈ ഇമ്പ്യൂറായ മെറ്റൽ നമുക്ക് പ്യുവർ ആയിട്ടുള്ള മെറ്റലിനെ എന്ത് ചെയ്യേണ്ടതുണ്ട്? എക്സ്ട്രാക്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഈ ഏർത്ത്ലി ഇമ്പ്യൂരിറ്റീസ് അടങ്ങിയ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന മെറ്റൽസിൽ നിന്ന് പ്യുവർ ആയിട്ടുള്ള മെറ്റലാക്കി എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഹോൾ പ്രോസസ്സിനെയാണ് നമ്മൾ മെറ്റലർജി എന്ന് പറയുക. അപ്പോൾ നമുക്ക് മെറ്റലർജിക്ക് ഒരു ഡെഫിനിഷൻ നോക്കാം. The entire scientific and technological processes used for isolation of a metal from its naturally occurring form is known as metallurgy. ഒന്നുമില്ല, നാച്ചുറലി ഒക്കർ ചെയ്യുന്ന ഇമ്പ്യൂരിറ്റീസ് അടങ്ങിയ ഫോമിൽ നിന്ന് അതിൻ്റെ പ്യുവറസ്റ്റ് ഫോമിലേക്ക് അതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന രീതിനെയാണ് നമ്മൾ എന്ത് പറയുക? മെറ്റലർജി എന്ന് പറയുക. ഈ ഹോൾ പ്രോസസ്സിനെയാണ് നമ്മൾ മെറ്റലർജി എന്ന് പറയുക. ഇനി നമുക്ക് രണ്ട് ടേംസ് പരിചയപ്പെടേണ്ടതുണ്ട്. ഒന്നാമത്തെയാണ് മിനറൽസ്. മിനറൽസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞ സാധനം തന്നെ. അതായത് ഏർത്ത്ലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റലിൻ്റെ ഫോമില്ലേ, ഇമ്പ്യൂരിറ്റീസും കൂടി അടങ്ങിയ ഏർത്ത്ലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റലിൻ്റെ ഫോമിനെയാണ് നമ്മൾ മിനറൽ എന്ന് പറയുക. The naturally occurring chemical substances in form of which metal occur in earth crust. Metal occur in earth crust. അത് അണ്ടർലൈൻ ചെയ്ത് പഠിക്കണേ. മെറ്റൽ ഒക്കർ ഇൻ earth crust along with impurities. Along with impurities are called minerals. ഇമ്പ്യൂരിറ്റീസും കൂടി അടങ്ങിയിട്ടുണ്ടാവും. ഏർത്ത്ലി ഇമ്പ്യൂരിറ്റീസും കൂടി അടങ്ങിയ നാച്ചുറലി ഒക്കർ ചെയ്യുന്ന മെറ്റലിൻ്റെ ഫോമിനെയാണ് നമ്മൾ എന്ത് പറയുക? മിനറൽസ് എന്ന് പറയുക. എക്സാമ്പിൾ നോക്കാം. അലൂമിനിയം എന്ന് പറഞ്ഞ മെറ്റലിൻ്റെ ഓറുകളാണ് ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, ക്ലേ, മൈക്ക എന്നിവ. അലൂമിനിയത്തിൻ്റെ ഓറുകളാണ് ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, ക്ലേ, മൈക്ക എന്നിവ. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഓർ. ഓർ എന്ന് വെച്ചാൽ മിനറൽസ് തന്നെ. നമ്മളിപ്പോൾ പറഞ്ഞ ഏർത്ത്ലി ഇമ്പ്യൂരിറ്റീസ് അടങ്ങിയ നാച്ചുറലി ഒക്കറിങ് ഫോം ഓഫ് മെറ്റൽസ് തന്നെ. എന്നാൽ അതിൽ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ടും ചീപ്പായിട്ടും നമ്മുടെ മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ മിനറലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഓർ. അതായത് ഏത് മിനറലിൽ നിന്നാണോ എക്കണോമിക്കലി ആൻഡ് ഈസിലി നമ്മൾ മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് ആ മിനറലിനെ പറയുന്ന പേരാണ് ഓർ. എക്സാമ്പിളായിട്ട് അയേണിൻ്റെ ഓറുകളാണ് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ് എന്നിവ. ഏതൊക്കെയാ? ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ് എന്നിവ. അപ്പം നമുക്ക് ഇവിടുന്ന് ഒരു കാര്യം മനസ്സിലാക്കാം. എല്ലാ ഓറുകളും എന്താ? മിനറൽസാണ്. എന്നാൽ എല്ലാ മിനറൽസും ഓറുകളല്ല. എല്ലാ മിനറൽസിനും ഈസി ആയിട്ടും ചീപ്പായിട്ടും ആ മെറ്റലിനെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. എന്നാൽ എല്ലാ ഓറുകളും ആരാ? മിനറൽസ്. അതവിടെ പറഞ്ഞിരിക്കുന്നത് ഓൾ ഓർസ് ആർ മിനറൽസ് ബട്ട് ഓൾ മിനറൽസ് ആർ നോട്ട് ഓർസ്. ഓൾ മിനറൽസ് കനോട്ട് ബി ഓർസ്. എല്ലാ ഓറുകളും മിനറൽസ് ആണ്, എന്നാൽ എല്ലാ മിനറൽസും ഓറുകളല്ല. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് മെറ്റലർജി. ഈ മെറ്റലർജി 3 ടൈപ്പ് ഉണ്ട്. അതിൽ ഒന്നാമത്തെയാണ് പൈറോ മെറ്റലർജി, രണ്ടാമത്തെയാണ് ഹൈഡ്രോ മെറ്റലർജി, മൂന്നാമത്തെയാണ് ഇലക്ട്രോ മെറ്റലർജി. പേരിൽ നിന്ന് തന്നെ നമുക്കിത് എന്താണ് മനസ്സിലാക്കിക്കൂടെ? പൈറോ മെറ്റലർജി എന്ന് പറഞ്ഞാൽ എക്സ്ട്രാക്ഷൻ ബൈ യൂസിങ് ഹീറ്റ് യൂസ് ചെയ്തിട്ട് മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന രീതിക്കാണ് എന്ത് പറയുക? പൈറോ മെറ്റലർജി എന്ന് പറയാം. ഹൈഡ്രോ മെറ്റലർജി എന്ന് വെച്ചാൽ എക്സ്ട്രാക്ഷൻ ബൈ യൂസിങ് അക്വ സൊല്യൂഷൻ ഉപയോഗിച്ച് മെറ്റലിനെ പ്യുവർ മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന രീതിക്കാണ് എന്ത് പറയുക? ഹൈഡ്രോ മെറ്റലർജി എന്ന് പറയാം. ഇലക്ട്രോ മെറ്റലർജി എന്ന് പറഞ്ഞാൽ എക്സ്ട്രാക്ഷൻ ബൈ ഇലക്ട്രോളിസിസ് പ്രോസസ്സ്. ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ഇലക്ട്രോളിസിസിലൂടെ മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന രീതിക്കാണ് ഇലക്ട്രോ മെറ്റലർജി എന്ന് പറയുന്നത്. കാര്യമായിട്ട് നമുക്ക് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് ചില മെറ്റൽസിൻ്റെ
ഓറുകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. അലൂമിനിയത്തിൻ്റെ ഓറുകളാണ് ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, കർണലൈറ്റ്. അയേണിൻ്റെ ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ്, അയേൺ പൈറൈറ്റിസ്. ഇതിൽ അയേൺ കണ്ടന്റ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുണ്ടാവുക മാഗ്നറ്റൈറ്റിലാണ്. അതൊന്ന് ഓർമ്മിച്ച് വെച്ചേക്കണേ. അടുത്തത് കോപ്പർ. കോപ്പറിൻ്റെ ഓറുകളാണ് കോപ്പർ പൈറൈറ്റിസ്, കുപ്രൈറ്റ്, കോപ്പർ ഗ്ലാൻഡ് എന്നിവ. സിങ്കിൻ്റെ ഓറുകളാണ് സിങ്ക് ബ്ലെൻഡ്, കലാമിൻ, സിങ്കേറ്റ് എന്നിവ. അപ്പോൾ ഈ പറഞ്ഞ അലൂമിനിയം, അയേൺ, കോപ്പർ, സിങ്ക് എന്നിവയ്ക്കെല്ലാം ഇതല്ലാണ്ട് ഒരുപാട് മിനറൽസ് വേറെ ഉണ്ട്. നാച്ചുറലി ഒക്കർ ചെയ്യുന്ന പല പല ഫോമുകൾ വേറെ ഉണ്ട്. പക്ഷെ അതിൽ നിന്നൊന്നും ഈസിലിയും ഇക്കണോമിക്കലും ആയിട്ട് ഈ മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഓറായിട്ട് ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, കർണലൈറ്റ് എന്നിവ പറയുന്നത്. അതായത് മിനറൽസ് തന്നെയാണ് ഓർസ്, എന്നാൽ ഈസി ആയിട്ടും ഇക്കണോമിക്കലായിട്ടും നമുക്ക് മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന മിനറൽസാണ് ഓർസ്. നെക്സ്റ്റ്, നമ്മൾ ഒരു മെറ്റലിനെ നമുക്ക് ഏർത്ത്ലി ഇമ്പ്യൂരിറ്റീസ് അടങ്ങിയ നാച്ചുറലി ഒക്കർ ചെയ്ത ഫോമെന്ന് പ്യുവർ മെറ്റലായിട്ട് എടുക്കുന്നതിന് ഒരുപാട് ഘട്ടങ്ങളുണ്ട്. അതിലൊന്നാമത്തെ ഘട്ടമാണ് ആ മെറ്റലിനെ നമ്മൾ എന്ത് ചെയ്യുക, ഫൈൻ പൗഡറാക്കി മാറ്റുക. രണ്ടാമത് ആ ഓറിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കുക. മൂന്നാമത് അതിനെ ഓക്സിഡൈസ് ചെയ്യുക. ഓക്സിഡൈസ് ചെയ്യാൻ റോസ്റ്റിംഗ്, കാൽസിനേഷൻ എന്നിങ്ങനെ 2 മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം. അത് കഴിഞ്ഞ് ഓക്സിഡൈസ് ചെയ്തതിന് ശേഷം അതിനെ റിഡക്ഷൻ നടത്തുക, പിന്നീട് അതിനെ പ്യൂരിഫൈ ചെയ്തിട്ട് പ്യുവർ മെറ്റലാക്കി മാറ്റുക. അപ്പോൾ അതിൽ നമ്മൾ ഇന്ന് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈൻ പൗഡറാക്കി മാറ്റിയ ശേഷം നമുക്കതിനെ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കണം ഓറിനെ. അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കാൻ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ഓറിൻ്റെയും അതിലടങ്ങിയിരിക്കുന്ന ഇമ്പ്യൂരിറ്റീസിൻ്റെയും ചില പ്രോപ്പർട്ടീസിനനുസരിച്ച് പല വിധത്തിൽ നമുക്കതിനെ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെയുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സാണ് നമ്മളിപ്പോൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ ആദ്യത്തേതാണ് ഹൈഡ്രോളിക് വാഷിംഗ്, രണ്ടാമത്തേത് മാഗ്നറ്റിക് സെപ്പറേഷൻ, അടുത്തത് ഫ്ലോട്ടേഷൻ, പിന്നീട് ലീച്ചിങ്. ഇതിൽ ആദ്യത്തെ ഹൈഡ്രോളിക് വാഷിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഹൈഡ്രോളിക് വാഷിങ്ങിൻ്റെ മറ്റു പേരാണ് ഗ്രാവിറ്റി സെപ്പറേഷൻ അല്ലെങ്കിൽ ലെവിഗേഷൻ. ഈ 3 പേരിലും ഹൈഡ്രോളിക് വാഷിംഗ് അറിയപ്പെടുന്നുണ്ട്. This method is mainly applicable for oxide and carbonate ore. ഓക്സൈഡും കാർബണേറ്റും ആയിട്ടുള്ള ഓറുകളെ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കാനാണ് നമ്മൾ ഹൈഡ്രോളിക് വാഷിംഗ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഓറിനും ഇമ്പ്യൂരിറ്റീസിനും ഉണ്ടാവേണ്ട പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇമ്പ്യൂരിറ്റീസ് ലൈറ്റ് വെയിറ്റ് ഉള്ളവയും ഓർ പാർട്ടിക്കിൾ ഹെവി വെയിറ്റ് ഉള്ളവയാണെങ്കിലാണ് നമ്മൾ ഈ മെത്തേഡിൽ, അതായത് ഹൈഡ്രോളിക് വാഷിങ്ങിലൂടെ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഫൈൻ പൗഡറാക്കിയ ആ ഓറിനെ നമ്മൾ റണ്ണിങ് വാട്ടറിലേക്ക് ഇടുന്നു. അപ്പോൾ ഇടുന്ന സമയത്ത് ലൈറ്റ് വെയിറ്റ് ഉള്ള ഇമ്പ്യൂരിറ്റീസ് എന്ത് ചെയ്യും, ആ റണ്ണിങ് വാട്ടറിൻ്റെ കൂടെ ഒഴുകിപ്പോവും. അവിടെ എന്ത് ബാക്കി ഉണ്ടാവും, ഹെവി ഓർ പാർട്ടിക്കിൾസ് അവിടെ തന്നെ ബാക്കി ഉണ്ടാവും, ഇമ്പ്യൂരിറ്റീസ് ഒഴുകിപ്പോയിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് എന്താക്കാം, ഇമ്പ്യൂരിറ്റീസിനെ ഒഴിവാക്കി കിട്ടും. അങ്ങനെ ലൈറ്റ് വെയിറ്റുള്ള ഇമ്പ്യൂരിറ്റീസും ഹെവി വെയിറ്റുള്ള ഓർ പാർട്ടിക്കിളും ആണെങ്കിൽ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് നമ്മൾ ഹൈഡ്രോളിക് വാഷിംഗ് യൂസ് ചെയ്യുന്നത്. ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ദിസ് മെത്തേഡ് ഈസ് ദ ഡിഫറൻസ് ഇൻ സ്പെസിഫിക് ഗ്രാവിറ്റി, അതായത് ഡെൻസിറ്റി ഓഫ് ഓർ ആൻഡ് ഗ്യാങ് പാർട്ടിക്കിൾ. ഗ്യാങ് പാർട്ടിക്കിൾ എന്ന് വെച്ചാൽ ഒന്നുമില്ല, അൺവാണ്ടഡ് ഇമ്പ്യൂരിറ്റീസ്. നമ്മുടെ ഓറിൽ അടങ്ങിയിരിക്കുന്ന അൺവാണ്ടഡ് ഇമ്പ്യൂരിറ്റീസിനെയാണ് ഗ്യാങ് പാർട്ടിക്കിൾ എന്ന് പറയുക. അപ്പോൾ ഗ്യാങ് പാർട്ടിക്കിളിനും നമ്മുടെ ഓർ പാർട്ടിക്കിളിനും തമ്മിൽ ഗ്രാവിറ്റിയിൽ, ഡെൻസിറ്റിയിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ, സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഡെൻസിറ്റിയിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഹൈഡ്രോളിക് വാഷിംഗ് യൂസ് ചെയ്തിട്ട് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കാം. ഗ്യാങ് പാർട്ടിക്കിൾ ബീങ് ലൈറ്റർ ആർ വാഷ്ഡ് എവേ ബൈ റണ്ണിങ് വാട്ടർ. റണ്ണിങ് വാട്ടറിലൂടെ ലൈറ്റ് വെയിറ്റ് ഉള്ള ഗ്യാങ് പാർട്ടിക്കിൾ ഒഴുകിപ്പോവും. ആൻഡ് ഓർ പാർട്ടിക്കിൾ ബീങ് ഹെവിയർ റിമെയിൻസ്. ഹെവി വെയിറ്റ് ഉള്ള ഓർ പാർട്ടിക്കിൾസ് അവിടെ തന്നെ കിടക്കും. ദിസ് മെത്തേഡ് ഈസ് മെയിൻലി അപ്ലിക്കബിൾ ഫോർ ഓക്സൈഡ്സ്. അപ്പോൾ ഹൈഡ്രോളിക് വാഷിംഗ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഗ്യാങ് പാർട്ടിക്കിൾസിനും ഓർ പാർട്ടിക്കിൾസിനും ഡെൻസിറ്റിയിൽ വ്യത്യാസം ഉണ്ടെങ്കിലാണ് ഈ രീതി ഉപയോഗിച്ച് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കുക. മെയിനായിട്ട് ഓക്സൈഡ് ഓർസിനെയാണ് ഈ രീതി ഉപയോഗിച്ച് കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കുന്നത്. നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് നോക്കാം. രണ്ടാമത്തെ മെത്തേഡാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ. മാഗ്നറ്റിക് സെപ്പറേഷൻ യൂസ് ചെയ്തിട്ട് ഒരു ഓറിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ ഒന്നിക്കൽ അതിൽ
ഓർ പാർട്ടിക്കിൾസിന് അല്ലെങ്കിൽ അതിലുള്ള ഇംപ്യൂരിറ്റീസിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. രണ്ടിനും ഉണ്ടാവാൻ പാടില്ല. ഒന്നുകിൽ ഓർ പാർട്ടിക്കിൾസിന് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന ഇംപ്യൂരിറ്റീസ് ഗ്യാങ് പാർട്ടിക്കിളിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കണം. ഫൈനായി പൊടിച്ച ഓർ പാർട്ടിക്കിൾസ് നമ്മൾ ഈ മാഗ്നറ്റിക് റോളറിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കും. മാഗ്നറ്റിക് റോളറിൻ്റെ മേലെ ഒരു ബെൽറ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അതിൻ്റെ മേലേക്ക് നമ്മൾ ഓർ പാർട്ടിക്കിൾസ് ഇടുന്ന സമയത്ത് അത് ഇതിലേ വന്ന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇല്ലാത്ത സാധനം ഈ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് തെറിച്ചു വീഴും. ഇനി മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള സാധനം ഈ ബെൽറ്റിൽ കൂടെ തന്നെ പറ്റിപ്പിടിച്ച് ഇതിലേ പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ചെറിയൊരു കട്ട് വെക്കും. അതായത് ഒരു ഭാഗത്ത് മാഗ്നറ്റിനെ ഒഴിവാക്കും. അപ്പോൾ എന്ത് ചെയ്യും, ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉള്ള സാധനം ഇവിടെ വന്ന് വീഴും. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഇല്ലാത്ത സാധനം ഇവിടുന്ന് തെറിച്ചിട്ട് ഇങ്ങനെ ഇവിടത്തേക്ക് വന്ന് വീഴും. ഇങ്ങനെ രണ്ട് സ്ഥലത്തായിട്ട് നമുക്ക് കളക്ട് ചെയ്യാം. ഇപ്പോൾ ഓർ പാർട്ടിക്കിൾസ് ആണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളെങ്കിൽ ഇംപ്യൂരിറ്റീസ് ആദ്യം ഇവിടുന്ന് തെറിച്ച് ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ കളക്ട് ചെയ്യപ്പെടും. മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള ഓർ പാർട്ടിക്കിൾസ് കുറച്ച് ഇപ്പുറത്തെ സൈഡിലേക്ക് വന്ന് കളക്ട് ചെയ്യപ്പെടും. ഇങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് മാഗ്നറ്റിക് സെപ്പറേഷൻ ഈസ് ദ ഡിഫറൻസ് ഇൻ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് ഐദർ ഓർ ഗ്യാങ്. ഗ്യാങ്ങിൻ്റെയും അതിലടങ്ങിയിരിക്കുന്ന ഓർ പാർട്ടിക്കിൾസിൻ്റെയും മാഗ്നറ്റിക് പ്രോപ്പർട്ടിയിലുള്ള ഡിഫറൻസ് ആണ് നമ്മളിവിടെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അത്തരത്തിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയിൽ ഡിഫറൻസ് ഉള്ള ഓർ പാർട്ടിക്കിളും ഗ്യാങ് പാർട്ടിക്കിളും വന്നാൽ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കാനാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള നെക്സ്റ്റ് മെത്തേഡാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ കോൺസെൻട്രേഷൻ ഓഫ് സൾഫൈഡ് ഓർ. മെയിനായിട്ട് സൾഫൈഡ് ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കാനാണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ഈസ് ദ ഡിഫറൻസ് ഇൻ വെറ്റിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് ഓർ ആൻഡ് ഗ്യാങ് പാർട്ടിക്കിൾ. അതായത് ഓർ പാർട്ടിക്കിളിൻ്റെയും ഗ്യാങ് പാർട്ടിക്കിളിൻ്റെയും വെറ്റിംഗ് പ്രോപ്പർട്ടിയിലുള്ള ഡിഫറൻസ് ആണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിളായിട്ട് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിവിടെ ഫൈനായിട്ട് പൗഡർ ചെയ്ത ഓർ പാർട്ടിക്കിൾസിനെ ഈ കണ്ടെയ്നറിലേക്ക് ഇടും. അതിലേക്ക് വാട്ടറിൻ്റെയും പൈൻ ഓയിലിൻ്റെയും ഒരു മിക്സ്ചർ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ കറക്കും. ആ സമയത്ത് ഓർ പാർട്ടിക്കിളിനെ വെറ്റ് ചെയ്യിക്കുക ഓയിലായിരിക്കും, പൈൻ ഓയിലായിരിക്കും. അതേപോലെ തന്നെ ഇംപ്യൂരിറ്റീസിനെ വെറ്റ് ചെയ്യിക്കുക വാട്ടർ ആയിരിക്കും. അതവിടെ പറയുന്നത്. ഓർ പാർട്ടിക്കിൾ ഈസ് വെറ്റഡ് ബൈ ഓയിൽ ആൻഡ് ഗ്യാങ് പാർട്ടിക്കിൾ ഈസ് വെറ്റഡ് ബൈ വാട്ടർ. ഓർ പാർട്ടിക്കിളിനെ ഒരിക്കലും വാട്ടർ ഇവിടെ വെറ്റ് ചെയ്യിക്കില്ല. അതേപോലെ തന്നെ ഗ്യാങ് പാർട്ടിക്കിളിന് ഒരിക്കലും ഓയിലും ഇവിടെ വെറ്റ് ചെയ്യിക്കില്ല. അപ്പോൾ നമ്മളിങ്ങനെ കറങ്ങുന്ന സമയത്ത് മുകളിൽ എന്തുണ്ടാവും, ഫ്രോത്ത് ഫോം ചെയ്യും, പത ഫോം ചെയ്യും. ആ പതയിൽ ഓയിൽ പാർട്ടിക്കിൾസ് ആരെയാണ് വെറ്റ് ചെയ്യിക്കുന്നത്, ഗ്യാങ്ങിനല്ല ഓർ പാർട്ടിക്കിൾസിനാണ് ഓയിൽ വെറ്റ് ചെയ്യിക്കുന്നത്. അപ്പോൾ ആ പതയിൽ എന്തുണ്ടാവും, ഓർ പാർട്ടിക്കിൾസ് ഉണ്ടാവും. അപ്പോൾ ആ പതേനെ നമുക്ക് ഡ്രൈ ചെയ്ത് അതിൽ നമുക്ക് ഓർ പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈ രീതിയിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെയാ, വെറ്റിംഗ് പ്രോപ്പർട്ടിയിൽ ഡിഫറൻസ് ഉള്ള ഗ്യാങ് പാർട്ടിക്കിളും അതേപോലെ തന്നെ ഇംപ്യൂരിറ്റീസും അല്ലെങ്കിൽ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ യൂസ് ചെയ്തിട്ട് നമുക്കതിനെ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇവിടെ ഫ്രോത്തിങ് ഏജൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് പൈൻ ഓയിൽ. പൈൻ ഓയിൽ അല്ലെങ്കിൽ നമുക്ക് മസ്റ്റാർഡ് ഓയിലും യൂസ് ചെയ്യാം. ഇങ്ങനെ ഉണ്ടാകുന്ന ഫ്രോത്തിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ക്രസോളും അനിലീനും. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, സൾഫൈഡ് ഓറിൻ്റെ കോൺസെൻട്രേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. സൾഫൈഡ് ഓറിൻ്റെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഇൻ വെറ്റിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് ഓർ ആൻഡ് ഗ്യാങ് പാർട്ടിക്കിൾ. ഗ്യാങ് പാർട്ടിക്കിളിൻ്റെയും ഓർ പാർട്ടിക്കിളിൻ്റെയും വെറ്റിംഗ് പ്രോപ്പർട്ടിയിലുള്ള ഡിഫറൻസ് ആണ് ഇവിടുത്തെ മെയിൻ പ്രിൻസിപ്പിള്. അപ്പോൾ ഓർ പാർട്ടിക്കിൾസിനെ വെറ്റ് ചെയ്യിക്കുക ആരാ, ഓയിൽ. ഓർ പാർട്ടിക്കിൾസിനെ വെറ്റ് ചെയ്യിക്കുക ഓയിൽ, ഗ്യാങ് പാർട്ടിക്കിളിനെ വെറ്റ് ചെയ്യിക്കുക വാട്ടർ. ഫ്രോത്തിങ് ഏജൻ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുക പൈൻ ഓയിൽ അല്ലെങ്കിൽ മസ്റ്റാർഡ് ഓയിലാണ്. ഫ്രോത്ത് സ്റ്റെബിലൈസറായിട്ട് യൂസ് ചെയ്യുക ക്രസോൾ ആൻഡ് അനിലീനാണ്. ഇനി ഇങ്ങനെ ഉണ്ടാവുന്ന ഫ്രോത്തിൽ നമുക്ക് എന്തുണ്ടാവും, ഓയിൽ ഉണ്ടാവും. അപ്പോൾ മുകളിൽ പൊന്തിക്കിടക്കുന്ന പതയിൽ ഫ്രോത്തിൽ ഓർ പാർട്ടിക്കിൾ ഉണ്ടാവും. ആ ഓർ പാർട്ടിക്കിളിനെ നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ചെയ്തെടുക്കാം. സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് അതിനെ ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഓർസിനെ നമുക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത്തരത്തിൽ ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതിയാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ള കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതിയാണ് ലീച്ചിങ്.
ലീച്ചിങ് എന്ന് പറഞ്ഞാൽ ഓർ ഈസ് ട്രീറ്റഡ് വിത്ത് സ്യൂട്ടബിൾ റിയേജൻറ്റ്, ഓർ ഒരു റിയേജൻറ്റുമായിട്ട് ട്രീറ്റ് ചെയ്യും. ആ റിയേജൻറ്റിൽ ഓർ ഡിസോൾവ് ആവും, എന്നാൽ ഇംപ്യൂരിറ്റീസ് അൺഡിസോൾവ് ആയിരിക്കും. അങ്ങനെയുള്ള ഒരു റിയേജൻ്റ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ഓർ ഡിസോൾവ് ആവും, ഇംപ്യൂരിറ്റീസ് ഡിസോൾവ് ആവുകയില്ല. അങ്ങനെയുള്ളൊരു റിയേജൻറ്റുമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന രീതിയാണ് ലീച്ചിങ്. അപ്പോൾ ഡിസോൾവ് ചെയ്ത ഓർ പാർട്ടിക്കിൾസിനെ ആ സൊല്യൂഷനിൽ നിന്ന് സ്യൂട്ടബിൾ റിയേജൻറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഡിസോൾവ് ചെയ്യാത്ത ഇമ്പ്യൂരിറ്റീസിനെ നമുക്ക് ഫിൽട്ടർ ചെയ്ത് കളയുകയും ചെയ്യാം. ഈ രീതിയിലാണ് നമ്മൾ എന്ത് പറയുക, ലീച്ചിങ് എന്ന് പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന 4 മെത്തേഡാണ് ഡിസ്കസ് ചെയ്തത്. ഹൈഡ്രോളിക് വാഷിംഗ്, മാഗ്നറ്റിക് സെപ്പറേഷൻ, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, ലീച്ചിങ്. ഏതൊക്കെ തരത്തിലുള്ള ഓറുകളാണ് യൂസ് ചെയ്യുന്നതെന്നും അതിൽ ഓർ പാർട്ടിക്കിൾസിനും ഗ്യാങ് പാർട്ടിക്കിൾസിനും ഉണ്ടായിരിക്കേണ്ട പ്രത്യേകതകൾ എന്താണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ മെറ്റലർജിയിലുള്ള ആദ്യത്തെ 2 സ്റ്റെപ്പ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒന്നാമത്തെ സ്റ്റെപ്പാണ് മിനറൽസ് അല്ലെങ്കിൽ ഓർസിനെ ഫൈൻ പൗഡറാക്കി പൊടിച്ചെടുക്കുക. രണ്ടാമത്തെ മെത്തേഡ് ഈ പൊടിച്ചെടുത്ത ഓർസിനെ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കുക. ആ കോൺസെൻട്രേഷൻ്റെ 4 മെത്തേഡ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്തതായിട്ട് വരുന്ന സ്റ്റെപ്പാണ് ഇതിനെ ഓക്സിഡൈസ് ചെയ്യുക. ഈ കോൺസെൻട്രേറ്റ് ചെയ്ത് എടുത്ത ഓറിനെ ഓക്സിഡൈസ് ചെയ്തെടുക്കുക നമ്മൾ പ്രധാനമായിട്ട് 2 മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് കാൽസിനേഷൻ, രണ്ടാമത്തത് റോസ്റ്റിംഗ്. കാൽസിനേഷൻ വഴി നമ്മൾ ഓക്സിഡൈസ് ചെയ്തെടുക്കുന്ന ചില ഓറുകളുണ്ട്. റോസ്റ്റിംഗ് വഴി നമ്മൾ ഓക്സിഡൈസ് ചെയ്തെടുക്കുന്ന വേറെ ചില ഓറുകളുണ്ട്. അതിനുശേഷം ആ ഓക്സൈഡ്സിനെ നമ്മൾ എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്തതിന് ശേഷം കിട്ടുന്നതിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്തെടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് പ്യുവറായിട്ടുള്ള മെറ്റൽസ് കിട്ടുക. ബാക്കി മെറ്റലർജിയിൽ വരുന്ന സ്റ്റെപ്പുകളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്ന് പറഞ്ഞ കോൺസെൻട്രേഷൻ ഓഫ് ഓർസിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.